ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു കാര്യം ചെയ്തു. അതായത് എന്റെ അമ്മ, ഞാൻ പറയില്ലേ ലോകത്തിലെ എല്ലാവരുടെ പട്ടിണി അസുഖവും മാറ്റുമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം എന്റെ വീട് പെർഫെക്റ്റ് ആക്കണം. അപ്പൊ എന്റെ അമ്മക്ക് കാലുവേന, ഞാൻ പറയില്ലേ ഈ പറയുന്ന കാലുവേന എല്ലാം എല്ലാവർക്കും ഉണ്ട്. കാലുവേനയും മുട്ടുവേനയും നടുവേനയും ഇല്ലാത്ത ആൾക്കാരില്ല കേരളം അല്ലെങ്കിൽ ഇന്ത്യയിൽ. അപ്പോൾ എല്ലാവരും ആ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കിയത് കൊണ്ട് തന്നെ വേൾഡ് കമ്മ്യൂണിറ്റി സർവീസ് സെന്ററിനെല്ലാം ഇത് പണ്ടേ അറിയാം. അതായത് എന്റെ വേദേന്ദ്ര മഹർഷിക്ക് എല്ലാം മുമ്പേ തന്നെ അറിയാം. അപ്പോൾ എന്റെ അമ്മേനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. അതായത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് തന്നെയാണ്. ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ആ ഒരു വിഡ്ഢികളായ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് ഫോളോ ചെയ്തോ അന്ന് മുതൽ നമ്മൾ ആശുപത്രിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന മെഡിക്കൽ സെക്ടർ കൂടി, ഫാർമസ്യൂട്ടിക്കൽസ് കൂടി. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ ഡെന്റിസ്ട്രി, പീഡിയാട്രിക് ഡെന്റിസ്ട്രി എന്നുള്ളൊരു ബോർഡ്. അതായത് പട്ടികൾക്കും പൂച്ചകൾക്കും പല്ലിനുള്ള ഡോക്ടർമാരും വന്നു. അപ്പൊ ഈ വിഡ്ഢികൾ എന്തോരെന്ന് വെച്ചാൽ പറ്റിക്കും. ഓക്കെ, ഈ പറയുന്ന ഡെന്റൽ ആണെങ്കിൽ, ഈ പറയുന്ന ഹോമിയോ ആണെങ്കിൽ, ഈ പറയുന്ന മെഡിക്കൽ സെക്ടർ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാനും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്റെ അമ്മ ഇപ്പൊ ഇവിടെ വന്നിട്ട് ശിഷ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, എന്റെ ഗുരുവിന്റെ അടുത്ത് ശിഷ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാകുമ്പോൾ എന്റെ അമ്മയുടെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം എന്റെ അമ്മയുടെ കൂട്ടുകാർക്ക് 2 മുട്ടും മാറ്റി വെക്കണം. 4 ലക്ഷം 8 ലക്ഷം രൂപ വേണം. ഒരിക്കലും ആ ഒരു ചേച്ചിക്ക് ആ ഒരു മുട്ട് തിരിച്ചു കിട്ടില്ല. കാരണം ഈ വിഡ്ഢികളുടെ അടുത്താണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം മുട്ടുവേനായിട്ട് വന്ന ഒരാളുടെ കണ്ണ് കാഴ്ച പോയി. ഓക്കെ, ഇതൊന്നും ചോദിക്കാനും പറയുന്ന കാര്യമില്ല. കാരണം 95% വേംസ് ആണ്. പുഴുക്കൾക്ക് ഇവിടെ യാതൊരു ന്യായവും നീതിയൊന്നും ഇല്ല. ഈ വിഡ്ഢികളെല്ലാം ഈ പറയുന്ന അദാനിയുടെ അംബാനിയുടെ എല്ലാം കൊടി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽസിന്റെ അടിമകളാണ്. ഓക്കെ, ഈ പറയുന്ന മെഡിക്കൽ സെക്ടർ ആണെങ്കിലും, മന്ത്രിമാരാണെങ്കിലും, ഗവൺമെന്റ് ആണെങ്കിലും, ജുഡീഷ്യറി ആണെങ്കിലും. അപ്പൊ ഇതെല്ലാം എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞാൻ എതിർത്തില്ലെങ്കിൽ പിന്നെ ആരും എതിർക്കും. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെല്ലാവരെയും ആ ഒരു നരകത്തിലേക്ക് ഉന്തി വിട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് ജനിച്ചു വീണ കുഞ്ഞുങ്ങളുടെ പ്രൊട്ടക്ഷനാണ് സായുജ്യം എന്നുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്ട് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പൊ അതെല്ലാം എനിക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ എന്റെ അമ്മയുടെ കാലുവേന ഇനി എന്തായാലും 2 മാസം കൊണ്ടൊക്കെ മാറുന്നതാണ്. ഓക്കെ, അപ്പോ എന്റെ കുഞ്ഞുങ്ങളെയാണെങ്കിലും എന്റെ അമ്മേനാണെങ്കിലും എന്റെ ജീവിതമാണെങ്കിലാണ് ഞാൻ ഈ സമർപ്പിച്ചിരിക്കുന്നത്. കാരണം എന്റെ രാജ്യം, എന്റെ ഇന്ത്യ, അതെനിക്ക് ശുദ്ധമാകണം. കാരണം ഇതുപോലെയാണ് ഫോറിനേഴ്സ് എല്ലാം ഇന്ത്യ കാണുന്നത്. അതായത് അവർക്കെല്ലാം ഒരു അഴുക്ക് ചാലാക്കി മാറ്റി കഴിഞ്ഞു. അതായത് ഇന്ത്യ എന്നുള്ളൊരു മഹാരാജ്യത്തിന് അവർ ഏറ്റവും താഴെ കൊണ്ട് ഇടിപ്പിച്ചു. ഓക്കെ, ഈ വിഡ്ഢികളായി ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം പൊട്ടയായതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം യാതൊരു സിവിക് സെൻസ് ഇല്ല. ഓക്കെ, അതായത് വേസ്റ്റ് എല്ലാം ഇടുന്നത് എന്റെ ബാഹു ഒരിക്കലും ഇടില്ല. ഓക്കെ, അവന്റെ ജന്മത്തവൻ ഇടില്ല. കാരണം അങ്ങനെ ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് എങ്ങനെ അറിയാം. ഓക്കെ, അതായത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഈ വിഡ്ഢികളായ അപ്പൂമാര് അല്ലെ പൂഴന്മാരെന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇതെല്ലാം ഞാൻ കഴുകി മാറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യനെ ഏറ്റവും മഹത്തായ രാജ്യമാകുന്നതാണ്. ഇപ്പൊ കണ്ടില്ല, ഇന്ത്യക്കാര് പുറത്തു വന്നൊക്കെ പറഞ്ഞ് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും എല്ലായിടത്തും ഇത് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവർ ഓസ്ട്രേലിയയും ഈ പറയുന്ന ലണ്ടനെല്ലാം ഇതുപോലെ അഴുക്കാക്കി, അതായത് ഇന്ത്യ അഴുക്കാക്കുന്ന പോലെ തന്നെ ആ മഹാരാജ്യങ്ങളും അഴുക്കാക്കി തുടങ്ങി. അപ്പൊ എനിക്കൊട്ടും സാധിക്കില്ല. കാരണം ഇനിയുള്ളത് അവരെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരെയും പുറത്തേക്ക് വിടും. ഓക്കെ, ഈ 30 ലക്ഷം 50 ലക്ഷം കൊടുത്തതെല്ലാം പോയത് വെറുതെ ആവും നിങ്ങൾ. അപ്പൊ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം ഞാൻ പുനഃസൃഷ്ടിക്കാൻ പോകുന്നു. അതായത് ഈ ലോകത്തിൽ ഏറ്റവും വലിയ മഹത്തായ ഒരു രാജ്യം ഞാൻ ഇന്ത്യ ആക്കുന്നതാണ്. കാരണം ഇന്ത്യ എന്നുള്ളത് എന്റെ രാജ്യമാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ മഹാത്മാഗാന്ധിനെ എല്ലാം കാണിച്ചു വെച്ചത്. ഓക്കെ, അപ്പോ വിഡ്ഢികളായ ഒരു യുവതലമുറ ഇവിടെ വളർന്നു വന്നു. അവര് തന്നെയാണ് ഏറ്റവും വലിയ വേസ്റ്റ്. അപ്പൊ ആ വേസ്റ്റുകളെ ഒന്ന് തല കഴുകി എടുക്കണം. എന്നാലും ഞാൻ ക്ലിയർ ചെയ്തതാണ്. ഇതെല്ലാം എന്നെ കൊണ്ട് സാധിക്കുന്നതാണ്. കാരണം എന്റെ ഭാവി എന്നുള്ളത് ഇന്ത്യ എന്നുള്ള ഭാവിയുടെ കാര്യമാണ്. ഞാൻ നിൽക്കുന്നത് ഇന്ത്യ എന്നുള്ള മഹാരാജ്യം ഏറ്റവും ടോപ്പ് എത്തിക്കാൻ. അപ്പൊ ഞാൻ എത്തുന്നതാണ്. ഓക്കെ, ഞാൻ എത്തുന്നൊപ്പം തന്നെ എന്റെ ഇന്ത്യ രാജ്യം എത്തുന്നതാണ്.